നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനൊപ്പം കിം ജോങ് ഉൻ ഉത്തര കൊറിയൻ പ്രസിഡന്റാണ് നിൽക്കുന്നത്. റഷ്യയുടെ വിക്ടറി പരേഡിൽ പങ്കെടുക്കാൻ എത്തിയ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൻ്റെ ചിത്രമാണ്. ലോകം ഈ വിക്ടറി പരേഡ് ഉറ്റുനോക്കിയിരുന്നു. കാരണം യുക്രൈൻ തിരിച്ചടിക്കും എന്നും റഷ്യക്ക് മേൽ ഈ വിക്ടറി പരേഡിന് മേൽ ആക്രമണം നടത്തും എന്നും ഉള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ വിക്ടറി പരേഡിൽ ഉത്തര കൊറിയൻ പ്രസിഡന്റിനെ തന്നെ വരുത്തി ഇതിനെതിരെ എന്തെങ്കിലും ആക്രമണം യുക്രൈൻ നടത്തിയാൽ ഉണ്ടാകാനിടയുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് പുടിൻ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എന്നാൽ സമാധാനപരമായി ആ പരേഡ് നടന്നു. അതിനുശേഷം വരുന്ന റഷ്യയിൽ നിന്നുള്ള യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ലോകത്തിനാകെ സമാധാനകാംക്ഷികൾക്ക് ആഹ്ലാദമുണ്ടാക്കുന്ന ചില വാർത്തകൾ നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. ഈ ഘട്ടത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുടിൻ്റെ ഒരു പ്രതികരണമാണ്. റഷ്യയിൽ നിന്നുള്ള ആ ഗംഭീര വാർത്തയാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിലുള്ളത്. 4 വർഷത്തിൽ അധികമായി തുടരുന്ന യുദ്ധത്തിന് അന്ത്യം കുറിക്കാനുള്ള ചർച്ചകളുടെ 2ാം ഘട്ടത്തിന് തുടക്കമിട്ട് റഷ്യൻ പ്രസിഡന്റ് പുടിൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ റഷ്യയിലേക്ക് തന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. ഇരുവരും തമ്മിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്താനുള്ള നീക്കം യുദ്ധത്തിൻ്റെ പര്യവസാനത്തിലേക്ക് നയിക്കും എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. സ്ലൊവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ വഴി കൈമാറിയ സന്ദേശത്തിന് പിന്നാലെയാണ് സെലൻസ്കിയോട് മോസ്കോയിലേക്ക് വരൂ സംസാരിക്കാം എന്ന് പുടിൻ്റെ നേരിട്ടുള്ള പ്രതികരണം. US-ന്റെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ നിരന്തരം ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. നാറ്റോയിൽ അംഗത്വമെടുക്കാനുള്ള നീക്കം യുക്രൈൻ നടത്തുകയും റഷ്യക്ക് ഭീഷണി ഉയർത്തും വിധമുള്ള നീക്കങ്ങൾ തടയുമെന്ന് റഷ്യ പ്രഖ്യാപിക്കുകയും ഒടുവിൽ ഇരു രാജ്യങ്ങളുടെയും വെല്ലുവിളികൾക്കൊടുവിൽ യുക്രൈൻ യുദ്ധം റഷ്യ ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു. 2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈനെ ആക്രമിച്ചതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ആദ്യഘട്ടങ്ങളിൽ ഏകപക്ഷീയമായ യുദ്ധം, റഷ്യ ഉടൻ വിജയം നേടും എന്ന് തോന്നിപ്പിച്ച കരുത്തരായ ഒരു രാജ്യം ദുർബലരായ മറ്റൊരു രാജ്യത്തെ നേരിടുന്നു എന്ന് തോന്നിപ്പിച്ച യുദ്ധം. എന്നാൽ നാറ്റോ രാജ്യങ്ങളുടെ ആയുധ സഹായം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സെലൻസ്കിയെ മുന്നോട്ട് നയിച്ചു. ആദ്യഘട്ടത്തിലെ പ്രതിരോധ സാഹചര്യത്തിൽ നിന്ന് യുക്രൈൻ മുന്നേറി. അവർ അക്രമാസക്തരായി റഷ്യയ്ക്ക് അവർ പ്രതീക്ഷിക്കാത്ത വിധം തിരിച്ചടി നൽകി. അതോടെയാണ് യുദ്ധം നീണ്ടുപോയത്. ഒടുവിൽ സമാധാന ചർച്ചകൾക്കായി US തന്നെ, ട്രംപ് തന്നെ നേരിട്ടിറങ്ങി. അവിടെ പക്ഷേ പുടിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന ആക്ഷേപം യുക്രൈനും നാറ്റോ രാജ്യങ്ങളും ഉയർത്തി. പലവിധ ചർച്ചകൾ നടന്നെങ്കിലും തീരുമാനങ്ങളിലൊന്നും എത്തിയില്ല, വിട്ടുവീഴ്ചകൾ ഉണ്ടായില്ല. അതിനിടെ ഇറാൻ യുദ്ധം കടന്നു വന്നതോടെ യുക്രൈൻ യുദ്ധം തണുത്തു. മാത്രമല്ല, റഷ്യയുടെ സാമ്പത്തിക നിലയിൽ തന്നെ വലിയ മികവുണ്ടാകും വിധം എണ്ണ പ്രതിസന്ധിയിൽ, ഇറാൻ യുദ്ധത്തിനിടെയുണ്ടായ ഹോർമസുമായി ബന്ധപ്പെട്ട എണ്ണ പ്രതിസന്ധിയിൽ റഷ്യക്ക് അതിൻ്റെ റോൾ വഹിക്കാനുണ്ടായിരുന്നു. അതോടെ ഇറാൻ യുദ്ധത്തിലെ പ്രതിസന്ധിയെ റഷ്യ നേട്ടമാക്കി മാറ്റി. വീണ്ടും യുക്രൈന് മേൽ ആധിപത്യം സ്ഥാപിക്കാം എന്ന നിലയിലേക്ക് റഷ്യ എത്തി. ഇറാൻ യുദ്ധം ഏതാണ്ട് അടങ്ങും എന്ന നില വന്നപ്പോഴാണ് യുക്രൈൻ യുദ്ധത്തിലെ സമാധാന സാധ്യതകൾ വീണ്ടും ഉയർന്നു വരുന്നത്. ഒടുവിൽ നേരിട്ടുള്ള ചർച്ചകൾക്ക് പുടിൻ താല്പര്യം പ്രകടിപ്പിച്ചതോടെ നല്ല ലക്ഷണം കണ്ടു തുടങ്ങുകയാണ്. ദീർഘകാല സമാധാന കരാറിന് അന്തിമ രൂപമായാൽ അതിൽ ഒപ്പിടാൻ താൻ തയ്യാറാണ് എന്നും ചർച്ചകൾക്കായി എവിടെയും എത്താം എന്നുമാണ് ഒടുവിൽ സ്ലൊവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയോട് പുടിൻ പറഞ്ഞത്. പക്ഷേ അന്തിമമായ കരാർ ഉണ്ടാകണം എന്നുള്ള നിബന്ധന അദ്ദേഹത്തിനുണ്ട്. അതിന് പിന്നാലെയാണ് സെലൻസ്കിയെ മോസ്കോയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പ്രതികരണവും വന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന ശ്രമങ്ങളെ പുടിൻ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധ സഹായം ആശ്രയിച്ചാണ് പ്രതിരോധം തീർത്തിരുന്നത്. റഷ്യ യുദ്ധത്തിൽ ഇപ്പോൾ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കുന്നില്ല എങ്കിലും യുക്രൈൻ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനോ റഷ്യയെ പരാജയപ്പെടുത്തും വിധത്തിൽ ആക്രമണം നടത്താനോ തിരിച്ചടിക്കാനോ തുനിയൊന്നും ഇല്ല. അതിനവർക്ക് കഴിയാത്ത സാഹചര്യവും ഉണ്ട്. മനുഷ്യവിഭവവും ആയുധശേഖരവും സാമ്പത്തിക ശേഷിയും യുക്രൈന് വലിയ സമ്മർദ്ദമായി മാറി. ഇപ്പോഴും ഭൂമി വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് പൊതുവിൽ തുടരുന്നുണ്ടെങ്കിലും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ റഷ്യയുടെ കയ്യിൽ തന്നെയാണ്. ക്രിമിയ, ലുഹാൻസ്ക്, ഡൊണറ്റ്സ്ക്, സപ്പറേഷ്യ, ഖർസൺ, ഖാർക്കീവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭൂരിഭാഗം മേഖലയും റഷ്യയുടെ കയ്യിലാണ്. റഷ്യയുടെ പ്രധാന ലക്ഷ്യം ഡൊണറ്റ്സ്ക് പൂർണ്ണമായി കൈവശപ്പെടുത്തുക എന്നതാണ്. യുക്രൈൻ നാറ്റോ അംഗത്വം നേടുകയും കാലങ്ങളായി റഷ്യയോട് കാണിക്കുന്ന സമീപനം തുടരുകയും ചെയ്താൽ അത് റഷ്യയുടെ സുരക്ഷയ്ക്ക്, അതിർത്തിയിലുള്ള സുരക്ഷയ്ക്ക് തന്നെ പ്രതികൂലമായി മാറും എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുക്കുന്നത്. റഷ്യയുടെ സുരക്ഷ അപകടത്തിലാകുന്ന സാഹചര്യം ഈ യുദ്ധത്തിൻ്റെ മുന്നിലും പുടിൻ കാണുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ നാറ്റോ അംഗത്വം വിലക്കുക എന്നതിനൊപ്പം തന്നെ സമാധാന ചർച്ചകളിൽ ഡൊണറ്റ്സ്ക് അടക്കമുള്ള പ്രദേശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള തീരുമാനങ്ങളിലേക്ക് റഷ്യ കടക്കില്ല എന്നാണ് വിലയിരുത്തലുകൾ. എന്നാൽ യുക്രൈന് സമീപകാലത്തായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന താല്പര്യമുണ്ടായിരുന്നില്ല എന്ന നിരീക്ഷണങ്ങളും വരുന്നുണ്ട്. സെലൻസ്കി ഇപ്പോൾ യുക്രൈനിൽ കാലാവധി കഴിഞ്ഞും പ്രസിഡന്റായി തുടരുന്നയാളാണ്. അധികാരം നിലനിർത്താൻ യുദ്ധം തുടരുകയും രാജ്യത്തെ അടിയന്തരാവസ്ഥ നിലനിൽക്കുകയും വേണമെന്നും സെലൻസ്കിക്ക് ആ ലക്ഷ്യം കൂടിയുണ്ട് എന്നും എതിരാളികൾ വിലയിരുത്തുന്നുണ്ട്. റഷ്യ
ഇപ്പോൾ യുക്രൈനിൽ കനത്ത ആക്രമണങ്ങളൊന്നും നടത്തുന്നില്ല എന്നതും ആശ്വാസകരമാണ്. നിലവിൽ 3 ദിവസത്തെ വെടിനിർത്തലോടെ ലോകത്തിന് പ്രതീക്ഷ കൈവന്നു. ഒടുവിൽ പുടിൻ സെലൻസ്കിയോട് നേരിട്ട് ചർച്ചയ്ക്ക് വരൂ എന്നുകൂടി ആഹ്വാനം ചെയ്തത് സമാധാന സ്നേഹികൾക്ക് വലിയ സർപ്രൈസായി. എന്നാൽ ഇതുവരെയുള്ള യുദ്ധത്തിലെ വലിയ നഷ്ടങ്ങൾ ഇരു രാജ്യങ്ങളെയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ട്. നാറ്റോ രാജ്യങ്ങളുടെ ആയുധ സഹായം കുറഞ്ഞതോടെ യുക്രൈൻ പ്രതിസന്ധിയിലാണ്. ട്രംപിന് താല്പര്യമില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. മാത്രമല്ല, ആത്യന്തികമായി സാമ്പത്തിക പ്രതിസന്ധി ആഭ്യന്തരമായി റഷ്യയെ കുരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് റഷ്യയ്ക്കും പ്രതിസന്ധി ഉണ്ട്. ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ എണ്ണ വിപണിയിലുണ്ടായ മാറ്റമാണ് റഷ്യയ്ക്ക് സഹായകരമായത്. അതിനിടയിൽ സമാധാന ചർച്ചകൾ ആദ്യം അനൗദ്യോഗികമായും പിന്നീട് ഉദ്യോഗസ്ഥ തലത്തിലുമാണ് ആരംഭിച്ചിരുന്നത്. യുക്രൈൻ്റെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണം എന്ന ആവശ്യത്തിലും നാറ്റോ അംഗത്വ കാര്യത്തിലുമാണ് യുദ്ധം ആരംഭിക്കാൻ എന്താണോ കാരണമുണ്ടായിരുന്നത്. അതുകൂടാതെ പ്രദേശങ്ങൾ സംബന്ധിച്ച പിടിച്ചെടുത്ത യുദ്ധാനന്തരമുള്ള സാഹചര്യവുമാണ് സമാധാനത്തിലേക്കുള്ള വഴി മുടക്കുന്നത്. റഷ്യ തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി മാത്രമേ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കൂ എന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. നിലവിൽ യുക്രൈൻ്റെ 1/5 പ്രദേശവും റഷ്യയുടെ കയ്യിലാണ്. ഒടുവിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സമാധാന ചർച്ചകൾ നടന്നപ്പോൾ ചർച്ചയും പരാജയപ്പെട്ടു. വെടിനിർത്തൽ, മേൽനോട്ടം എന്നിവയിൽ ധാരണയായെങ്കിലും പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്ന മർമ്മപ്രധാനമായ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സെലൻസ്കിയുടെയും പുടിൻ്റെയും ഉറച്ച നിലപാടാണ് തടസ്സമായത്. ഡോൺബാസ് അടക്കമുള്ള പ്രദേശങ്ങൾ, യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപ്പറോഷ്യ തുടങ്ങിയ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്ന അടക്കം റഷ്യ ഉറച്ച നിലപാടെടുത്തു. ആ നിലപാട് ഇനിയും തുടരും. പക്ഷേ അപ്പോഴും ഏകപക്ഷീയമായി പുടിൻ സെലൻസ്കിയെ ചർച്ചയ്ക്ക് വിളിച്ചതാണ് പ്രത്യേകമായി ലോകം കാണുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് മേൽ യൂറോപ്യൻ രാജ്യങ്ങളും US അടക്കം വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. റഷ്യയെ കേൾക്കാതെ, യുദ്ധത്തിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാതെ സമീപിച്ചു എന്ന പരാതി പുടിനും ഉയർത്തി. ഉപരോധം കൊണ്ട് റഷ്യയെ പിന്തിരിപ്പിക്കാനായില്ല. ഒടുവിൽ അത് US-നും ബോധ്യപ്പെട്ടു. ഉപരോധങ്ങളെ അതിജീവിക്കാൻ റഷ്യ വലിയ നീക്കങ്ങൾ നടത്തി. US-ന്റെ തീരുവ ചുങ്കം പ്രതിസന്ധിയിലാക്കിയ രാജ്യങ്ങളെ തെരഞ്ഞുപിടിച്ച് റഷ്യ അണിനിരത്തി മുന്നിൽ. അതിൽ ബ്രസീൽ മുതൽ ഇന്ത്യ വരെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ റഷ്യയുടെ വിക്ടറി പരേഡിൽ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ പ്രത്യക്ഷപ്പെട്ടതും നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതും വലിയ ചർച്ചയായി. ഇങ്ങനെയുള്ള സാന്നിധ്യങ്ങൾ, നേതാക്കളുടെ സാന്നിധ്യങ്ങൾ റഷ്യക്ക് വെറും ചടങ്ങല്ല, അത് ശക്തമായൊരു രാഷ്ട്രീയ സന്ദേശം കൂടി ലോകത്തിന് മുന്നിൽ വെക്കാനുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. കിമ്മിൻ്റെ സാന്നിധ്യം പലവിധ ഗുണങ്ങൾ ഇത്തരത്തിൽ റഷ്യക്ക് ഉണ്ടായി. ഒന്ന്, റഷ്യ ഒറ്റപ്പെട്ടിട്ടില്ല എന്ന സന്ദേശം പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും റഷ്യക്ക് കൂട്ടാളികളുണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങൾക്കും US-ന് മുന്നിൽ കാണിച്ചു കൊടുക്കാനാകും. 2, ആയുധ സൈനിക സഹകരണം ലഭിക്കും എന്നുള്ളതാണ്. ഉത്തര കൊറിയയിൽ നിന്നടക്കം റഷ്യക്ക് ഷെല്ലുകളും മിസൈൽ ഘടകങ്ങളും ലഭിക്കുന്നു എന്ന ആരോപണങ്ങൾ നേരത്തെ ഉള്ളതാണ്. മൂന്നാമത്തേത് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണ്. റഷ്യ, ചൈന, ഉത്തര കൊറിയ ബന്ധം ശക്തമാകുന്നത് അമേരിക്കൻ സ്വാധീനത്തിന് അല്ലെങ്കിൽ റഷ്യക്കെതിരായ ഉപരോധത്തിൻ്റെ പേരിലുള്ള മുന്നോട്ട് പോക്കിന് വെല്ലുവിളിയാണ്. ഇതോടെ ഇനിയും യുദ്ധം തുടരണോ എന്നത് റഷ്യയെ ചിന്തിപ്പിച്ചു എന്നാണ് വിലയിരുത്തൽ. കാരണം ഈ യുദ്ധം വലിയ നഷ്ടം ഇരു രാജ്യങ്ങൾക്കും വരുത്തി വെക്കുന്നുണ്ട്. ലോകത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, സൗഹൃദങ്ങളൊക്കെ കൊണ്ട് റഷ്യക്ക് കഴിയുമെന്ന് തെളിയിക്കുകയും അതിൻ്റെ തുടർച്ചയായി യുക്രൈൻ ആക്രമണം അല്ലെങ്കിൽ യുക്രൈൻ യുദ്ധം ഇങ്ങനെ ഒരു ലക്ഷ്യം നേടാൻ കഴിയാതെ അനിശ്ചിതമായി നീണ്ടുപോവുകയും ചെയ്യുന്നു. അതേസമയം റഷ്യ ആഗ്രഹിച്ച നേരിട്ട് യുദ്ധത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നേടിയെടുത്തു എന്നുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ യുദ്ധം തുടരണോ എന്നുള്ളതാണ്. കാരണം പല വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടം, ജീവനഷ്ടം മുതലായവ വലിയ പ്രതിസന്ധികൾ. ലക്ഷക്കണക്കിന് സൈനികർ, 10 ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഒടുവിലത്തെ കണക്ക്. പാശ്ചാത്യ സഹായത്തിലെ അനിശ്ചിതത്വവും പ്രശ്നമാണ്. അമേരിക്കയിൽ രാഷ്ട്രീയ ഭിന്നത വർദ്ധിച്ചതോടെ യുക്രൈന് ലഭിക്കുന്ന സഹായം അത് തുടർച്ചയായി ലഭിക്കുമോ എന്നത് മറ്റൊരു ഭാഗത്ത് അനിശ്ചിതത്വമുണ്ട്. ഒപ്പം റഷ്യ സ്ഥിരതയോടെ മുന്നോട്ട് പോകുന്നു. യുക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ US അടക്കം ഉപരോധം ഏർപ്പെടുത്തി. ഉപരോധത്തിൻ്റെ പേരിൽ വീർപ്പുമുട്ടി യുദ്ധം അവസാനിക്കും എന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. റഷ്യയുമായുള്ള സൗഹൃദത്തിലുള്ള രാജ്യങ്ങളെ വരെ ട്രംപ് ഭീഷണിപ്പെടുത്തി. എന്നാൽ ആദ്യഘട്ട ഉപരോധങ്ങൾ റഷ്യയെ തകർക്കുമെന്ന വിലയിരുത്തലൊക്കെ പൊളിഞ്ഞു. ചൈന, ഇന്ത്യ, ഉത്തര കൊറിയ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ റഷ്യ ആശ്വാസം കണ്ടു. അതുവഴി മുന്നോട്ട് പോയി. നയതന്ത്ര ചർച്ചകളും പ്രധാനമായിരുന്നു. തുർക്കി, ചൈന, ചില യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവ വെടിനിർത്തലിനായുള്ള ഇടപെടലുകൾ ശക്തമാക്കുന്നുണ്ട്. ചൈന മുതൽ ഉത്തര കൊറിയ വരെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ കണ്ട കിമ്മിൻ്റെ സന്ദർശനം വരെ ഇത്തരത്തിൽ ഒരു യുദ്ധ സാഹചര്യത്തിലൂടെ ഇനിയും മുന്നോട്ട് പോയാൽ ഈ കരുത്തിനെ US-ൻ്റെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും എതിരായിട്ടുള്ള വലിയ കരുത്ത് അണിനിരത്തിക്കൊണ്ട്, വലിയ രാജ്യങ്ങൾ അണിനിരത്തിക്കൊണ്ടുള്ള ഈ കരുത്ത് പ്രകടനത്തെ പോലും ബാധിക്കും എന്നുള്ള നിലയിൽ, സാമ്പത്തികമായി ബാധിക്കും എന്നുള്ള നിലയിലുള്ള നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഇത് നിർത്തണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്ന് വേണം കരുതാൻ. യുക്രൈനെ സംബന്ധിച്ച് ആ സാഹചര്യത്തിൽ ആശ്വസിക്കാൻ ചില കാര്യങ്ങളുണ്ട്. റഷ്യയുടെ പ്രധാന ലക്ഷ്യമായ കീവ് നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. റഷ്യയുടെ ആ പദ്ധതി ആദ്യം തന്നെ പരാജയപ്പെട്ടു. അതുകൊണ്ട് യുക്രൈന് അത് സംബന്ധിച്ച ഒരു ആശ്വാസകരമായ കാര്യമാണ്.
കാര്യമുണ്ട്. രണ്ടാമത്തേത് ലോക പിന്തുണ നേടി. സെലൻസ്കി ആഗോളതലത്തിൽ തന്നെ പ്രതിരോധത്തിൻ്റെ യുദ്ധത്തിൻ്റെ ഒക്കെ പ്രതീകമായി മാറി. നാറ്റോയിൽ ഉടൻ അംഗത്വം ലഭിക്കില്ലെങ്കിലും ആയുധ സഹായമടക്കം യുക്രൈന് നാറ്റോ അംഗത്വത്തിന് തുല്യമായ പരിഗണന ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി US-ൻ്റെ എതിർപ്പിനിടയിലും. മൂന്നാമത്തേത് യൂറോപ്പിലേക്ക് യുക്രൈൻ കൂടുതൽ അടുത്തു എന്നുള്ളതാണ്. യൂറോപ്യൻ യൂണിയനിൽ അംഗത്വ ചർച്ചകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. എന്നാൽ ആത്യന്തികമായി പുട്ടിൻ്റെ പ്രധാന ലക്ഷ്യം ഒരു പരിധിവരെ നേടി എന്ന് പറയാനും കഴിയും. നാറ്റോ അംഗത്വം കിട്ടില്ല, ഉടനെയൊന്നും കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങളെത്തി. യുക്രൈൻ്റെ ഈ നീക്കത്തിൻ്റെ തുടർച്ചയായി റഷ്യയുടെ അതിർത്തി സംരക്ഷിക്കാനുള്ള നീക്കം, പ്രദേശങ്ങൾ പിടിച്ചു കൊടുത്തുകൊണ്ട് സംരക്ഷിക്കാനുള്ള നീക്കം റഷ്യ ഒരു പരിധിവരെ നേടി. റഷ്യയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് യുദ്ധാവസ്ഥയിലുള്ള രാജ്യത്തെ നാറ്റോ ഉടൻ അംഗമാക്കാൻ സാധ്യതയും കുറവാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ നേരിട്ട് റഷ്യയുമായി യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ റഷ്യക്ക് അവരുടെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞു. അതായത് ഈ യുദ്ധത്തിൻ്റെ ഒന്നാമത്തേതായ കാരണം റഷ്യ ഒരു പരിധിവരെ നേടിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ പക്ഷേ ഒരു യുദ്ധവും ഒരു വിജയമല്ല. മറ്റേതൊരു യുദ്ധം പോലെ ഈ യുദ്ധത്തിലും പൂർണ്ണ ജയം ആരും നേടില്ല എന്നുറപ്പാണ്. പുട്ടിന് യുക്രൈനെ പൂർണ്ണമായും കീഴടക്കാനായില്ല, സെലൻസ്കിക്ക് റഷ്യയെ പൂർണ്ണമായി പിന്തിരിപ്പിക്കാനുമായില്ല. ഇരുവരും പക്ഷേ ലോകരാഷ്ട്രീയത്തെ മാറ്റിമറിച്ചു. റഷ്യക്ക് ഉപരോധങ്ങൾ അവർക്ക് അതിജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു. പുതിയ ബന്ധങ്ങൾ ശക്തിപ്പെട്ടു. റഷ്യ, ചൈന, ഉത്തര കൊറിയ എന്നൊക്കെയുള്ള വലിയൊരു ചേരി കൂടുതൽ അടുത്തു. ഇതിനിടെ ഇറാൻ യുദ്ധം US-നെ പ്രതിസന്ധിയിലാക്കിയതോടെ റഷ്യക്ക് സാമ്പത്തികമായി ഉണ്ടായ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു. എണ്ണ മേഖലയിൽ വലിയ നേട്ടമുണ്ടായി. ആത്യന്തികമായി സൈനികരടക്കം 10 ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു എന്ന ദുരന്ത ഫലമാണ് ഈ യുദ്ധവും സമ്മാനിക്കുന്നത്. രാഷ്ട്രീയ നേട്ടങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും അവസാനം സാധാരണ മനുഷ്യർ ദുരിതക്കയത്തിലേക്ക് തള്ളപ്പെടും എന്നാണല്ലോ യുദ്ധത്തിൻ്റെ ഫലം. ഇപ്പോൾ പുടിൻ മുന്നോട്ട് വെച്ചത് പ്രതീക്ഷയ്ക്ക് വകയുള്ള നിർദ്ദേശങ്ങളാണ്. ഈ ഘട്ടത്തിൽ യുക്രൈൻ സമാധാനത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം, കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.